അതാണ് ഞാൻ പറഞ്ഞത്, ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന്റെ കാര്യത്തിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സൈലന്റ് ആയിട്ട് ഇരിക്കില്ല. അവര് നടപടിയെടുക്കും. ഇനിയും മണിപ്പൂർ ഇഷ്യൂ ഉണ്ടാക്കിയെടുക്കും. ഇന്ത്യയിൽ ഹ്യൂമൻ വാല്യൂസ് ഇല്ല, ഹ്യൂമനിറ്റേറിയൻ ഇഷ്യൂ മറ്റു പല രാജ്യങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, ഗ്ലോബൽ ഫോറങ്ങളിൽ പറയിപ്പിക്കും. അതായത് ഇന്ത്യ ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിന് പല കേസുകളും സംഭവങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ അമേരിക്കൻ കേബിൾസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ലീക്കാണ് വിക്കിലീക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഓരോ സമയത്തെയും എനിക്ക് അവിടെ അമേരിക്കൻ എംബസി വർക്ക് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഈ പല എംബസികൾക്കും ഈ പൊളിറ്റിക്കൽ അനലിസ്റ്റ് എന്നും പറഞ്ഞൊരു പോസ്റ്റുണ്ട്. അപ്പൊ അവർ പറഞ്ഞു ഈ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ വരുന്ന എന്ത് സംഭവങ്ങളും ഇവരത് സംഭവം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കേബിളിൽ കൂടെ അയച്ചുകൊണ്ടിരിക്കുക. അതായത് ഇന്ത്യയിൽ ഈ റിപ്പോർട്ടൊക്കെ വരുന്ന ആ സമയത്ത് തന്നെ അവർക്കും ആ റിപ്പോർട്ട് കിട്ടുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യൻ അറ്റാക്ക് അത് അമേരിക്ക വലിയ രീതിയിൽ അത് ഹൈലൈറ്റ് ചെയ്യും. അവരുടെ മുഴുവൻ ഡേറ്റയുണ്ട്. ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി 2005 അതേപോലെ റിലീജിയസ് ഇഷ്യൂ, ഗുജറാത്ത് വയലൻസിന്റെ പേരിൽ അമേരിക്ക ബാൻ ചെയ്തതാണ്. ഇന്ത്യയിൽ വലിയ ഇഷ്യൂ ഉണ്ടായി. അത് പിന്നീടാണ് ഡിസ്കഷനിൽ കോൺവെർസേഷനിൽ കൂടെ മാറി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ട്രംപുമായിട്ട് നല്ല ബന്ധത്തിലാവുന്നത്. മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞു പല ആവർത്തി, ഇന്ത്യക്ക് ഓപ്ഷൻസ് കുറവേ ഉള്ളൂ, പക്ഷെ അമേരിക്കയ്ക്ക് വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇന്ത്യയിലെ പല ഹിന്ദു സംഘടനകൾ, അപ്പൊ അവരുടെ RSS ആണെങ്കിലും സേവാഭാരതിയും ബജറാങ്കൾ, അങ്ങനെ നമ്പർ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ഹനുമാൻ സേന, ഗിരുവാൻ സേന, ഇതൊക്കെ പറഞ്ഞു. ഈ സംഭവങ്ങളുടെയൊക്കെ ആളുകൾക്ക് ഉറപ്പായിട്ട് അമേരിക്കൻ വിസ കൊടുക്കുന്നുണ്ട്, റിലീജിയസ് വിസ കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ അമേരിക്കയിൽ നിന്ന് ഫണ്ടും വാങ്ങുന്നുണ്ട്. ഇന്ത്യൻ ട്രഡീഷൻ, സനാതന ധർമ്മ, കുടച്ചക്രക്കൊക്കെ പറഞ്ഞ അവർ പല രീതിയിലും അവരത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആ രാജ്യം. കാരണം അത് എല്ലാവർക്കും ഒരേപോലെ റിലീജിയസ് ഫ്രീഡം കൊടുക്കുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ട്രംപ് അങ്ങനെ അല്ല. ട്രംപ് വളരെ വ്യത്യസ്തനാണ്. ട്രംപ് ബൈഡൻ അല്ല, ട്രംപ് ക്ലിന്റൺ അല്ല, ട്രംപ് നേരത്തെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് അല്ല. അയാൾ എന്താണ് ഡിസിഷൻ എടുക്കുന്നത് സ്പോണ്ടേനിയസ് ആയിരിക്കും. അതിന്റെ വരാഴിക എന്ന് പറഞ്ഞാൽ അയാൾക്കറിയാം അത് എവിടെ വരെ പോകും, എവിടെ വരെ നിൽക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണം ഇത് ട്രംപിനെ ഡീൽ ചെയ്യാൻ പഠിക്കണം.